ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ പാഴായിക്കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വളരെ മനോഹരമായിട്ട് ഇൻഡോറിൽ പ്ലാൻ സെറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. ജാൻസി മാഡമാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ അകത്ത് എയർ പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാറുണ്ട്. വളരെ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങി സെറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഒരു പൈസയും ചിലവില്ലാതെ, അതായത് നമ്മുടെ വീടിൽ നമ്മൾ കളഞ്ഞിടുന്ന പോട്ടുകൾ, മഗ്ഗുകൾ, ഗ്ലാസ്, കുപ്പി, ഇങ്ങനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത്, അതായത് ഉപയോഗം കഴിഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന പോട്ടുകളിലും ഗ്ലാസ്സുകളിലും എങ്ങനെയാണ് എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇതുപോലെ മണി പ്ലാന്റ് പോലുള്ള ലക്കി പാം തുടങ്ങിയ രീതിയിലുള്ള ചെടികൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും അത് എങ്ങനെ സെറ്റ് ചെയ്തതിൻ്റെ അറിവ് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഐഡിയകളും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. കാരണം വലിയ പൈസ ചിലവൊന്നുമില്ല. നമുക്ക് കുറച്ച് ഐഡിയയും അതുപോലെ കുറച്ച് പെബിൾസ് പോലെയുള്ള, നമുക്ക് ഇതിനകത്ത് വെള്ളത്തിലാണ് ഇവ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ഇത് നന്നായിട്ട് വളരും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ചിലരത് മണ്ണിലൊക്കെ വെക്കുന്ന കാണാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് ചില്ലുള്ള പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ അതിനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ പെബിൾസൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ചെറിയ ഐഡിയ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണേ. മണി പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മകൻ പഠിക്കുന്ന റൂമിൽ, അവൻ്റെ ബെഡ്റൂമിലാണ്. അവൻ്റെ പഴയ ഷൂ ആണ്. അവന് ഭയങ്കര ഇഷ്ടമുള്ള ഷൂ ആയിരുന്നു, പക്ഷെ അത് ചെറുതായി പോയി. അപ്പോൾ അത് കളയാനായിട്ടൊരു വിഷമം. അപ്പോൾ മമ്മി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇതൊന്ന് ഭംഗിയാക്കി വെക്കാൻ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതാണ്. ഷൂ ഒന്ന് നല്ല ബലമുള്ള ഒരു ആണിയിൽ ഒന്ന് ചുമരിൽ ഉറപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഷൂ ഉറപ്പിച്ചതിന് ശേഷം ഷൂവിൻ്റെ അകത്ത് ഐസൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഷൂവിൻ്റെ അകത്ത് ഇരിക്കാവുന്ന രീതിയിലുള്ള ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇറക്കി വയ്ക്കുക. അതിന് കുപ്പി മുറിച്ചിട്ട് ഇറക്കി വെച്ചാലും മതി. എന്നിട്ട് അതിനകത്ത് വെള്ളം മാത്രം വയ്ക്കുക. ആ വെള്ളത്തിൽ ഈ മണി പ്ലാന്റ് ഇതുപോലെ ഇറക്കി വെച്ചാൽ മാത്രം മതി. വെള്ളം മാത്രം മതി വയ്ക്കുക. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലത്തെ മണി പ്ലാന്റൊക്കെ നടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഷൂ ആയിട്ടും പഴയ ബോട്ടിലായിട്ടും അല്ലെങ്കിൽ പഴയ ടിന്നുകളായിട്ട്, ചില്ലിൻ്റെ ഭരണികളായിട്ട്, കുപ്പികളായിട്ട്, അങ്ങനെ പൊട്ടിയ മഗ് എല്ലാം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വെർട്ടിക്കൽ പോട്ട്സൊക്കെ നമുക്ക് ചീത്തയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഹാങ് ചെയ്തിടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അക്രലിക്കിലാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വാർണിഷ് അടിച്ചിരിക്കുകയാണ്. അപ്പം കുറേ നാൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരുന്നോളും. വാർണിഷ് അടിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ ചീത്തയാവുകയോ ഒന്നുമില്ല. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും പെയിൻറ്റിങ് നല്ലപോലെ അറിയണമെന്നില്ലല്ലോ. അപ്പം പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗാർഡൻ കുറച്ചും കൂടെ കളർഫുള്ളും നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണാം. ബോട്ടിൽസൊക്കെ നമുക്ക് ഇതുപോലെ റീസൈക്കിൾ ചെയ്ത് മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് ചെയ്യാം. ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന മണ്ടാല പെയിൻറ്റിംഗ് ആണ്. ഇത് ഡോട്ടഡ് ആയിട്ടുള്ളതാണ്. ആർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നല്ല പെയിൻറ്റിംഗ് ആണ്. ഇതുപോലെ ഉള്ള ബോട്ടിൽസ് കളയാതെ നമുക്ക് മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ മണി പ്ലാന്റ്സോ അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് വെറൈറ്റിയാണ് നല്ലത്. ഇലയുടെ ഉള്ളിലൊരു ഡിസൈനൊക്കെ ഉണ്ട്. ഇത് സാധാരണ ഈ ലക്കി പാമ്പിന് ചൈനീസ് വിശ്വാസപ്രകാരം ഇത് ഭാഗ്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്. ഈ ചെടി വീടിൻ്റെ അകത്തും അകത്തളങ്ങളിലും വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് നല്ലൊരു ഭാഗ്യം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഇത് വീടിൻ്റെ അകത്ത് ഇതുപോലെ എയർ പ്യൂരിഫൈ ചെയ്യാനും
നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ ഞാൻ വർഷങ്ങളായിട്ട് വെക്കുന്നതാണ്. ഈ ചൈനീസ് വിശ്വാസം മാത്രമല്ല, ഈ ഫാമിലി എനിക്കും ഒരു എന്താ പറയുക ഭാഗ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് എല്ലാവരും തന്നെ വീടുകളിൽ ഒത്തിരി ഉണ്ടാകുന്നതാണ്. എൻ്റെ ചെടിയുടെ കൂമ്പാണ് നമ്മൾ ഒടിച്ചു വയ്ക്കുന്നത്. കൂമ്പ് ഒടിച്ചു വയ്ക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ വെറുതെ ഇറക്കി വെച്ചാൽ മതി. ഇതുപോലെ നല്ല നല്ല വേരുകൾ വന്ന് നല്ല പുഷ്ടിയോടുകൂടി ഉണ്ടായിക്കോളും. ഈ ചെടികൾക്കൊക്കെ നമുക്ക് വെള്ളം മാത്രം മതിയാവും. ഇത് വേറൊരു ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ഒരു ചെടിയാണ്. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതും ഇതുപോലെ നീണ്ടു പോയാലുണ്ടാവുന്നത്. ഇതേപോലെ ഉള്ള കഷ്ണം, ചെറിയ കഷ്ണങ്ങൾ മുറിച്ച് നമ്മൾ വെള്ളത്തിലോ മണ്ണിലോ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇലയായിട്ട് വന്നോളും. ഇതും ഞാനൊരു സൈഡിൽ ഇതുപോലെ കൊച്ചു കൊച്ചു കമ്പുകൾ കുത്തി വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മളിത് പോട്ടിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂമ്പ് ഇതുപോലെ നീണ്ടു വരും. ആ നീണ്ടു വരുന്നതാണ് നമ്മൾ വേറൊരു ചെടി ഉണ്ടാക്കാനായിട്ട് മുറിച്ച് വേറെ പാത്രങ്ങളിലോ അല്ലെങ്കിൽ മണ്ണിലോ നടേണ്ടത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് പറയാം കേട്ടോ. അടുത്തത് ലക്കി പാമാണ് നടാൻ പോകുന്നത്. ലക്കി പാമിന് എപ്പോഴും ഇതുപോലെ നീളത്തിലുള്ള ഒരു സ്പേസ് ഉള്ള ഒരു പോട്ടാണ് നമുക്ക് വേണ്ടത്. ഇതറിയാലോ, നമ്മുടെ സാധാരണ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. ഇപ്പോൾ ചില്ല ഗ്ലാസ്സുകളൊക്കെ കുറവാണല്ലോ യൂസ് ചെയ്യുന്നത്. കുറേ ചില്ല ഗ്ലാസ്സുകൾ ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അതുപോലെ ഇതുപോലത്തെ ബൗള് ഏത് കടകളിൽ നിന്നും നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഇതുപോലെയുള്ള ബൗളുകളായിരിക്കും. നമ്മൾ ഡെയിലി യൂസിന് ഈ ചില്ലിൻ്റെയൊക്കെ ബൗള് എപ്പോഴും തിരക്കിട്ട് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് എപ്പോഴും അലമാരകളിൽ ഇരിക്കലായിരിക്കും പതിവ്. അപ്പോൾ അതുപോലത്തെ ഒരു ബൗളും ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചില്ലിൻ്റെ ഗ്ലാസ് നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാം. ഇതിൽ പിന്നെ ചില്ല് നല്ല ഭംഗിയായിട്ട് ഈ പെബിൾസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകുന്നത് ഈ പെബിൾസ് മാത്രമാണ് കിടക്കുന്നത്. ചില്ലിൻ്റെ കുറച്ച് പെബിൾസ് ഇട്ടു. നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ലക്കി പാം ഇതിനകത്തേക്ക് വെച്ചു. അതൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ പെബിൾസ് ഇട്ട് നിറച്ചു. ഇത് വെറുതെ വെള്ളത്തിൽ വെക്കുന്ന ലക്കി പാമാണ് കേട്ടോ. നമ്മൾ മണ്ണോ ഒന്നും ഇതിന് യൂസ് ചെയ്യണ്ട. വെച്ചു. അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെച്ചല്ലോ. അതിനുശേഷം ഈ പാത്രത്തിലാണ് നമ്മളിത് മറിഞ്ഞു പോകാതെ ഒരു ഭംഗിയുണ്ട് അതുപോലെ ഒരു പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഈ അടിവശം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി മെറ്റലെന്തെങ്കിലും മെറ്റൽ കൊടുക്കാം കേട്ടോ. എടുത്ത് തീർന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ പെബിൾസ് ഇതുപോലെ ഡോട്ടൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിറച്ചാൽ മതി. അപ്പോൾ അതുണ്ടാവും നല്ല ഭംഗിയായിട്ട് അതിൻ്റെ അടിവശം ഇതുപോലെ കിട്ടും. നമുക്കിതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അടിയിൽ നെറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിലേ ഇതാണ് ബോക്സ്. നമ്മുടെ ലക്കി പാമ്പിൻ്റെ ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസ് നമുക്ക് അകത്ത് വയ്ക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതൊരു കാരണവശാലും ഗ്ലാസ് ആയതുകൊണ്ട് മറിഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ വീഴുന്നുള്ള പേടി വേണ്ട, ഇരുന്നോളും. വെള്ളം തീരുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മണി പ്ലാന്റ് വെച്ചിരിക്കുന്ന ഒരു പോട്ട് ഞാൻ ഫേബ്രിക് പെയിൻറ് ഉപയോഗിച്ച് കളർ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കളർ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് മണ്ണിൻ്റെയാണ്. എനിക്ക് പണ്ട് ചെടിച്ചട്ടിയൊക്കെ വാങ്ങാനായിട്ട് തുടങ്ങിയ സമയത്ത് മണ്ണിൻ്റെ ഒരു ചെറിയൊരു ബോട്ട് ആകൃതിയിലുള്ളത് കിട്ടിയതാണ്. ഇതിന് ഹോളുണ്ട്, പക്ഷെ നമുക്ക് ഈ മണി പ്ലാന്റൊക്കെ വെറുതെ വെള്ളത്തിൽ വെക്കാം. അപ്പോൾ ഇതിന് ഹോളുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ കുറച്ച് മണ്ണിട്ട് വെച്ചിട്ടാണ് ഈ മണി പ്ലാന്റ് നട്ടിരിക്കുന്നത് കേട്ടോ. വെറുതെ വെള്ളത്തിൽ വെച്ചാൽ മതി. മണി പ്ലാന്റിന് ഒരു മണ്ണോ ഒന്നും വേണ്ട, ഒരു വളവും വേണ്ട. ജസ്റ്റ് വെള്ളത്തിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന വേറെ പോട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇതുപോലെ ഉള്ള പോട്ടുകൾ നമുക്ക് ഈസി ആയിട്ട് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് 20 രൂപയുള്ളൂ ഫാബ്രിക് പെയിൻറ്റ് എല്ലാ സ്റ്റേഷനറി കടകളിലും കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ കുപ്പികളിലൊക്കെ ചെയ്യുമ്പോൾ ആദ്യം വൈറ്റ് പെയിൻറ്റ് അടിക്കണേ. മെറ്റലിലോ അല്ലെങ്കിൽ നമ്മൾ വുഡിലൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ടിന്ന് നമുക്ക് വൈറ്റ് പെയിൻറ്റ് കിട്ടും. അപ്പോൾ എല്ലാ പെയിൻറ്റും ചെയ്യുമ്പോൾ വൈറ്റ് ബേസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വൈറ്റ് ബേസ് കൊടുത്ത് നമുക്ക് മറ്റു കളറുകൾ അടിക്കുമ്പോൾ അതതിനകത്ത് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലത്തെയുള്ള കുപ്പികളും ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണിത്. നമ്മുടെ കയ്യിലുള്ള പഴയ മെറ്റൽ പോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗിയാക്കാനായിട്ട് എനാമൽ പെയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു കളർ കൊടുത്തതിന് ശേഷം
അക്രലിക്കിൻ്റെ പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കാം. അതുകൂടാതെ ഫ്ലവറിൻ്റെയൊക്കെ നമുക്ക് ഡിസൈൻസ് എല്ലാം തന്നെ ഇപ്പം നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പാകത്തിനുള്ള നോക്കി ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇതിപ്പം നേരത്തെ നിങ്ങൾ കണ്ട മാതിരിയുള്ള വെർട്ടിക്കൽ ഗാർഡനിലെ പോട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് പഴയ ഒരു പോട്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് ഒന്ന് കുറച്ചും കൂടെ ഒരു ഭംഗിയാക്കി റീസൈക്കിൾ ചെയ്ത് വെക്കുന്ന ഓരോ നമ്മളുടെ മഗ്ഗാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ കപ്സൊക്കെ ആണെങ്കിലും അതിൻ്റെ പിടിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഇതുപോലെ നമ്മളത് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഡിസൈൻസും നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് അതിൽ നന്നായിട്ട് പ്ലാന്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്ന പലരും കണ്ടുപോവുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ബോട്ടിൽസ് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് ഔട്ട്ഡോറിൽ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ തന്നെ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം. ഇത് ഉപയോഗിക്കാതെ ഹാൻഡിൽ പൊട്ടിപ്പോയ നമ്മുടെ വീട്ടിലിരിക്കുന്ന മഗ്ഗാണിത്. ഈ മഗ്ഗും ഞാനിതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനകത്ത് നടുന്ന ഇത് ഈ മണി പ്ലാന്റ് ആണ്. ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മണൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ മണലിടുക. അതിനുശേഷം ഇത് കുറേ അങ്ങോട്ട് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മണലിടുന്നേ. അപ്പോൾ കുറച്ചും കൂടി മണലിടാം നമുക്ക്. അതിലേക്ക് ഈ മണി പ്ലാന്റ് ഇതുപോലെ ഇറക്കി വയ്ക്കാം. ഇതിന് പിന്നെ അധികം പൊക്കമില്ല, അധികം വലിപ്പമില്ലാത്തതുകൊണ്ട് ഇത്രയും മതിയാകും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പെബിൾസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മെറ്റൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് മറിഞ്ഞു വീഴാതെ നിൽക്കുന്ന കല്ല് രൂപത്തിലുള്ള രീതിയിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സ്പേസ് കുറവുള്ള നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ചെറിയ അടുക്കളയുടെയൊക്കെ ജനലിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലും വേറെ ഒന്നും ചെയ്യേണ്ട, വെള്ളം മാത്രം മതി. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന കുറേ ഫ്ലവർ വേസുകൾ നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഉപയോഗിക്കാതെ കിടക്കുന്ന, അടുക്കളയിൽ കിടക്കുന്ന ചെറിയ ചെറിയ ഇതുപോലെ മഗ്ഗുകൾ, ഗ്ലാസ്, നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, ജഗ്, ഇതൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലെയുള്ള പോട്ടുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഫ്ലവർ വേസുകൾ ഉണ്ടാക്കി ഇൻറ്റീരിയർ ചെടികൾ, അതായത് ഇൻഡോർ ചെടികൾ നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടാകുന്ന മലിനമായിട്ടുള്ള വായു അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന മറ്റ് പുകപടലങ്ങൾ പോലെയുള്ള അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ ധർമ്മം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഒരു പുറത്ത് വിടുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തേക്കും ഈ പുറത്ത് ചെടി നട്ട് പിടിപ്പിക്കുന്ന അതേ രീതി തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തേക്കും ഇവയെ മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കി എല്ലാവരും വീടുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളെല്ലാവരും ഇതിൽ നന്നായിട്ട് നല്ല വില കൊടുത്തൊക്കെ പുറത്തുനിന്ന് ചിലപ്പോൾ ഇൻഡോർ പ്ലാന്റ് മേടിച്ച് വെക്കുന്നുണ്ടാകും, ഇല്ലയെന്നല്ല. എങ്കിലും അതില്ലാത്ത ആളുകളുണ്ടാകും. അവർക്ക് ഇതൊന്നും ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ അവരിതിൽ നല്ല ഭംഗിയായിട്ട് ചിലപ്പോൾ വീടിൻ്റെ അകത്ത് നല്ലൊരു പ്യൂരിഫയർ ആയിട്ട് ഇവ വളർത്തുമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായം അറിയിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അതുപോലെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഇലകളിൽ ഇടയ്ക്ക് നമ്മൾ നോക്കിയാൽ ഇതിൽ നിറയെ പൊടിപടലങ്ങളും അതുപോലെ ഈ എട്ടുകാലികളുടെയൊക്കെ ചില വലയൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനൊന്നും നമ്മൾ അനുവദിക്കരുത്. നമ്മളെപ്പോഴും ആ ഇലകൾ ഒന്നുകിൽ നനഞ്ഞ തുണി നനച്ച് ആ നനഞ്ഞ തുണിയുടെ നനവോടുകൂടി ഒന്ന് തുടച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തുണിയിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തുടച്ചിട്ട് ആ ഒരു മിനുസ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ വാക്സിനായാലും മതി, എടുത്തിട്ട് നമ്മൾ ആ ഇലകൾ ഇതുപോലെ തുടച്ചു കൊടുക്കുക. ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് ഇലകൾക്ക് ഒന്നും കൂടി നിറം ഉണ്ടാകും. അതുപോലെ അവയുടെയൊക്കെ ഇതൊക്കെ ആ സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോയിട്ടാവല്ലോ. ഓക്സിജൻ നമുക്ക് പുറത്തേക്ക് തരുന്ന അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന ഇലകളാണെന്ന് അറിയാലോ. അപ്പോൾ ആ ഇലകളൊന്നും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ അടിയിലും
മുകളിലുള്ള പൊടികളൊക്കെ ഇതുപോലെ തൂത്ത് വൃത്തിയാക്കി വയ്ക്കണം ആഴ്ചയിലൊരിക്കൽ. അതുപോലെ മാസത്തിലൊരിക്കൽ ഇവയൊക്കെ എടുത്ത് ഒന്ന് സൂര്യപ്രകാശം കാണിച്ച് പുറത്ത് വെച്ച് സൂര്യപ്രകാശം കാണിച്ചെടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഈ മണി പ്ലാന്റിൻ്റെ ഇലകളൊക്കെ തുടയ്ക്കുമ്പോൾ ഒരു ഭംഗി, പ്രത്യേക ഭംഗിയാണ്. ഇതുപോലെ തുടച്ച് പൊടിക്ക് കളഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അത്രയും കെയറിങ്ങേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പുഴു വരുന്നതോ കേടുവരുന്നതോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ ചീഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെറുതെ വെള്ളത്തിലിരുന്ന് ഭംഗിയായിട്ട് നമുക്ക് കാണാനും ഭംഗിയായിരിക്കും. അതുപോലെ നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ചാലും നമുക്ക് നല്ലതായിരിക്കും. ഇനിയും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൊട്ടിപ്പോയ സാധനങ്ങൾ, പഴയ സാധനങ്ങൾ എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതൊന്നും ഒഴിവാക്കാതെ നമുക്കത് മനോഹരമായിട്ട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് നല്ല പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ കുറച്ച് ബോട്ടിൽ പെയിൻറ്റിങ്സ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഐഡിയാസ് കിട്ടും.